بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب والصلاة والسلام على من أوتي الحكمة وفصل الخطاب وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الحساب. أما بعد. അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ തുടർച്ച. 6. കുഴപ്പങ്ങളുടെ വ്യാപനം. പ്രവാചകന്റെ വിയോഗത്തോടുകൂടി തന്നെ കുഴപ്പങ്ങളുടെ വ്യാപനം ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ, മത, സാമ്പത്തിക, ധാർമ്മിക, സദാചാര രംഗങ്ങളിലെല്ലാം കുഴപ്പങ്ങൾ പ്രകടമാണ്. കൂരിരുൾ പോലെ കുഴപ്പങ്ങൾ വ്യാപിക്കുമ്പോൾ ഒരു വ്യക്തി രാവിലെ വിശ്വാസിയും വൈകുന്നേരം അവിശ്വാസിയും നേരെ തിരിച്ചുമായി തീരും വിധം വ്യതിയാനവും മലക്കമറിച്ചിലും നടത്തുമെന്ന് ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത്യദിനത്തിന് മുന്നോടിയായി ഇല്ലടഞ്ഞ രാത്രി പോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. പുകവഷ്ണങ്ങൾ പോലുള്ള കുഴപ്പങ്ങൾ മനുഷ്യരുടെ ശരീരം മരിക്കുന്നത് പോലെ ഹൃദയവും മരിക്കും. ഒരാൾ രാവിലെ വിശ്വാസിയും വൈകുന്നേരം അവിശ്വാസിയുമാകും. വൈകുന്നേരം വിശ്വാസിയും രാവിലെ അവിശ്വാസിയുമാകും. ജനങ്ങൾ അവരുടെ സ്വഭാവവും മതവും ദുനിയാവിന് വേണ്ടി വിൽക്കും. 7. തിന്മകൾ വ്യാപിക്കൽ. അവസാന കാലത്ത് ലോകത്ത് തിന്മകൾ വ്യാപിക്കുമെന്ന വസ്തുത പല ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. തങ്ങൾ പറഞ്ഞു, തിന്മ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും, എന്നിട്ടത് ഫയാഫി വരെ എത്തും. അപ്പോൾ തങ്ങളോട് ഫയാഫി എന്നാൽ എന്തെന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, വരണ്ട ഭൂമിയാണത്. ലോകത്ത് ധാർമ്മിക സദാചാര രംഗത്ത് തിന്മകൾ വിധിക്കുന്നതിൽ സാറ്റലൈറ്റ് ചാനലുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. 10,000-ലധികം ചാനലുകൾ ഇപ്പോൾ ബഹിരാകാശത്ത് നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരണ്ട മരുഭൂമികളിലെ ടെന്റുകളിൽ വരെ ഈ തിന്മകൾ എത്തുന്നുമുണ്ട്. 8. യുദ്ധങ്ങളും പോരാട്ടങ്ങളും. ഭൂമുഖത്ത് യുദ്ധങ്ങളും പോരാട്ടങ്ങളും അധികരിച്ചു വരുന്നതും അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വിശ്വാസികളും അവിശ്വാസികളും മാത്രമല്ല, വിശ്വാസികൾക്കിടയിൽ പോലും യുദ്ധങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 വൻ സംഘങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അവർക്കിടയിൽ വമ്പിച്ച ആൾനാശം സംഭവിക്കും. അവരുടെ വാദം ഒന്നായിരിക്കും. സ്വഹീഹുൽ ബുഖാരി. അവസാന നാളുകളിലെ യുദ്ധങ്ങളുടെ സ്വഭാവം വിവരിക്കുന്ന വേറെയും ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത്യദിനം സംഭവിക്കുകയില്ല നിങ്ങൾ തുർക്കികളുമായി യുദ്ധം ചെയ്യുന്നത് വരെ. അവരുടെ കണ്ണുകൾ ചെറിയതും മുഖങ്ങൾ ചുവന്നതും മൂക്കുകൾ പതിഞ്ഞതുമായിരിക്കും. അവരുടെ മുഖങ്ങൾ പരിചകൾ പോലിരിക്കും. അന്ത്യദിനം സംഭവിക്കുകയില്ല നിങ്ങളൊരു ജനതയുമായി യുദ്ധം ചെയ്യുന്നത് വരെ. അവരുടെ പാദരക്ഷകൾ രോമങ്ങൾ കൊണ്ടുള്ളതായിരിക്കും. സ്വഹീഹുൽ ബുഖാരി. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായി ഷെയർ ചെയ്യുക.